ഹായ്. ഈ വീഡിയോ ആക്ച്വലി ഞാൻ ടീച്ചേഴ്സ് ഡേക്ക് ഇടാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ ടീച്ചേഴ്സ് ഡേ ഇപ്രാവശ്യം എന്താ ഓണത്തിൽ മുങ്ങിപ്പോയി, അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇത് എൻ്റെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പം വിമലാംബികയിലാണ് ഞാൻ എൻ്റെ KGs ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ മെജോറിറ്റി ടൈം ഞാൻ SD സ്കൂളിലായിരുന്നു. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എനിക്ക് എളുപ്പമാക്കി തന്നത് ഗീത ടീച്ചറാണ്. പിന്നെ സ്കൂൾ ലൈഫിൽ എടുത്തു പറയാനാണെങ്കിൽ ആനി ടീച്ചർ, സിനി മാധവ് മിസ്, ഷേർലി ടീച്ചറൊക്കെയാണ് ഏറ്റവും മനസ്സിനോട് അടുത്ത് വയ്ക്കുന്ന ടീച്ചേഴ്സ്. പിന്നെ സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടീച്ചേഴ്സ് മാത്രമല്ലല്ലോ, കുറച്ച് ചൂരലൊക്കെ ആയിട്ട് വരുന്ന ടീച്ചേഴ്സിനും നമ്മൾ മറക്കത്തില്ല. ആ ടൈം പീരീഡിലുള്ള സൂസൻ എന്ന പേരുള്ള എല്ലാ ടീച്ചേഴ്സും ചൂരലായിട്ട് വരുന്ന ടീച്ചേഴ്സായിരുന്നു. സയൻസ് മാത്സാണ് കൂടുതൽ അവർ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ആ ടീച്ചേഴ്സിനെ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ +1 +2 ആണ് മാർവാനിയസ് ബത്തനി സ്കൂളിലാണ് പഠിച്ചത്. അവിടെ അടുത്ത് വയ്ക്കുന്നത് അജയ് സാറ്, അതുപോലെ തന്നെ ശ്രീജ മിസ്സാണ്. അജയ് സാർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു മെൻറ്റർ, ഒരു മോട്ടിവേറ്ററാണ് എപ്പോഴും. ശ്രീജ മിസ് എന്ന് പറഞ്ഞാൽ എന്നെ ഒരു മോട്ടിവേഷനായിട്ട് കാണുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ശ്രീജ മിസ്സിനെയും എപ്പോഴും ഓർക്കും. പിന്നുള്ളത് കോളേജ് ലൈഫാണ്. കോളേജ് ലൈഫിലെ ഏറ്റവും മെൻറ്ററിന് എടുത്ത് പറയേണ്ടത് ജിഷ്ണു സാറാണ്. ജിഷ്ണു സാറാണ് ആയുർവേദം എങ്ങനെ പഠിക്കണമെന്ന് അല്ലാതെ ലൈഫിൽ നമുക്ക് ഓരോരോ സ്റ്റേജസിൽ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ജിഷ്ണു സാറാണ്. പിന്നെ പറയാനുള്ളത് ഇഷ്ടമുള്ള സാറെന്ന് പറയുമ്പോൾ സാം സാറ്, പിന്നെ രാജേഷ് സാറ്, അങ്ങനെ കുറച്ച് ടീച്ചേഴ്സാണ് ഉള്ളത്. പിന്നെ ചില ടീച്ചേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന്, ടെസ്റ്റുകൾ അല്ലാതെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ച് തരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഡോക്ടർ സുന്ദരൻ സാറ്, ഡോക്ടർ മഹാദേവൻ സാറ്, ഡോക്ടർ ഹരീന്ദ്രൻ സാറ്, ഇവരുടെയൊക്കെ പ്രിൻസിപ്പിൾസ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. കണ്ണടച്ച് വിശ്വസിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് അത്യാവശ്യം നല്ല റിസൾട്ട്സ് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഗുരുസ്ഥാനത്ത് എന്ന് പറയുന്നത് ഈ ടീച്ചേഴ്സാണ് കൂടുതലുള്ളത്. പിന്നെ ഒരു എക്സ്പീരിയൻസ് പറയാം. കോളേജ് ലൈഫിൽ നിന്ന് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു കോളേജിൽ. എനിക്ക് തോന്നുന്നു 2nd ഇയറോ 3rd ഇയറോ മറ്റോ. ആ ട്രിപ്പിൽ ചിക്മംഗ്ലൂരാണ് ഞങ്ങൾ പോയത്. അന്ന് ഞാൻ ഇതുപോലെ ചബ്ബിയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ എനിക്ക് ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളതാണ്. അപ്പോൾ ചിക്മംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മലയാണ്. അത് ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ എൻ്റെ എൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ കിടുകിടാ വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ടീച്ചർ വന്ന് എന്നെ അപ്രോച്ച് ചെയ്തു, അതിൻ്റെ കോർഡിനേറ്റർ. എന്നിട്ട് ടീച്ചർ പറഞ്ഞാണ്, സുജ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്താൽ ഇതുപോലെ ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സുജയ്ക്ക് എന്താ ഇത് കോഴ്സ് കഴിയുന്നു, മാരേജ് കഴിയുന്നു, ദുബായിലോ മറ്റോ പോകുന്നു, സെറ്റിൽ ആവുന്നു, അല്ലാതെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇതുവരെയും അനുഭവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് എന്നെ പേഴ്സണലി അറിയില്ല, എന്നെ യാതൊരു ഐഡിയയും ഇല്ലാത്തൊരാൾ വന്നിട്ട് അത്ര ഒരു ജഡ്ജ്മെൻ്റൽ ടോക്ക് എന്തിനു ചെയ്തു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ എനിക്ക് അത്രയും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 10 വർഷത്തിനിപ്പുറവും ഞാനത് ഓർത്തിരിക്കണമെങ്കിൽ അത്രയും എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേസമയം തന്നെ വേറൊരു ടീച്ചർ വന്നു, അരുൺ ബാബു സാറ്. ഇതുപോലെ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് വന്നു. എന്നിട്ട് സാറ് എനിക്കൊരു അഡ്വൈസ് തന്നു. നമുക്കൊരു ഗോളുണ്ട്, വലിയൊരു നമുക്ക് എത്താൻ പറ്റാത്തൊരു ഗോളുണ്ടെങ്കിൽ നമ്മൾ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പോയിൻറ്റ്സ്, ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ ചെറിയ ചെറിയ ഗോൾസിലേക്ക് നമ്മൾക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മെയിൻ ഗോളിലെത്താൻ പറ്റും. പിന്നെ വന്ന വഴിയിലേക്ക് തിരിഞ്ഞിരുന്ന് നോക്കിക്കൊണ്ടിരിക്കരുത്, അപ്പോഴാണ് ഈ കാല് കിട്ടിയിടാൻ വരയ്ക്കുന്നത്. അപ്പോൾ അത് തന്നെ ഈ ലൈഫിലുടനീളം എനിക്ക് സാറിൻ്റെ ആ ഒരു അഡ്വൈസ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് എല്ലാം ഞാൻ എപ്പോഴും തിരിഞ്ഞ് നോക്കാറില്ല. അപ്പോഴാണ് എനിക്ക് കൂടുതലും ഈ കാല് വരയ്ക്കുന്ന പോലെ തന്നെ പാനിക് അറ്റാക്സും ആൻഷൈറ്റിയൊക്കെ വരുന്നത്. പിന്നെ വലിയ ഗോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും ഗോൾസ് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഗോൾസിലേക്കാണ് ഞാൻ മാക്സിമം എഫേർട്ട് എടുക്കാറ്. പിന്നെ സാറാണ് ആ ഒരു ട്രിപ്പിൽ ഒരു 1/3 പോയിൻ്റ് തൊട്ട് ടോപ്പ് വരെ എന്നെ കൈപിടിച്ച് മേളി വരെ എത്തിച്ചു സാറ്. അപ്പോൾ സാറിന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പണ്ട് തൊട്ടേ പഠിപ്പിക്കുന്നത്, നമ്മളിപ്പം പ്രെയറൊക്കെ ചെയ്യാൻ പഠിപ്പിക്കില്ലേ, അപ്പം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോഴേ അതിനകത്തൊരു പോർഷൻ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള. ഇന്നും എൻ്റെ പ്രാർത്ഥനയിലെല്ലാം എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ ഓർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല എക്സ്പീരിയൻസ് കാണും, മറക്കാൻ പറ്റാത്ത ചില ഇൻസിഡൻസ് ഒക്കെ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫോളോവേഴ്സിനെ പുതിയതൊക്കെ കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷം. എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും ലേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഡേ വിഷസ്.